ജില്ലയിലെ റോഡുകൾ മികച്ച നിലവാരമുള്ളവയാക്കി മാറ്റിയെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. വെള്ളയാങ്കുടി കക്കാട്ടുകട റോഡ് നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. നിലവാരമുള്ള റോഡുകളുടെ കാര്യത്തിൽ ഇടുക്കി ഒരു കാലത്ത് പിന്നിലായിരുന്നെങ്കിലും ഇന്ന് സ്ഥിതി മാറി. മലയോര ഹൈവേ യാഥാർത്ഥ്യമായി. മനോഹരമായ കട്ടപ്പന തേനി തുരങ്കപാതയും ഭാവിയിൽ സാധ്യമാകുമെന്നും മന്ത്രി പറഞ്ഞു. റിംഗ് റോഡുകളുടെ വരവ് ഗതാഗത സൗകര്യം സുഗമമാക്കുന്നു. 17 റോഡുകൾ BMBC നിലവാരത്തിൽ നിർമ്മിക്കുവാനുള്ള ടെൻഡർ നടപടികൾ പൂർത്തിയായി. കട്ടപ്പനയിൽ വികസന രംഗത്ത് കാലാനുസൃതമായ മാറ്റമുണ്ടായിട്ടുണ്ട്. റോഡ് വികസനം, ആരോഗ്യം, വിദ്യാഭ്യാസം, അടിസ്ഥാന സൗകര്യം, പ്രാദേശിക ടൂറിസം, കൃഷി, പട്ടയം തുടങ്ങിയ മേഖലകളിലെല്ലാം വലിയ മാറ്റങ്ങൾ ജില്ലയിലുണ്ടായെന്നും മന്ത്രി പറഞ്ഞു. കക്കാട്ടുകട റോഡും BMBC നിലവാരമുള്ള ആധുനിക രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് പെട്ടെന്ന് പൂർത്തീകരിക്കാനായിട്ട് പോവുകയാണ്. നമ്മുടെ നാടിന്റെ വികസനത്തില് അടിസ്ഥാനപരമായ മാറ്റങ്ങളിൽ ഏറ്റവും പെട്ടെന്ന് ശ്രദ്ധിക്കുന്നത് ഗതാഗത രംഗത്തും റോഡ് നവീകരണ രംഗത്തും ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. അക്കാര്യങ്ങളെല്ലാം വളരെ പെട്ടെന്ന് ആർജിക്കാൻ കഴിയുന്ന ഒരു ജില്ലയാണ്. കക്കാട്ടുകട നത്തുകല്ല് റോഡിന്റെ ഭാഗമായ വെള്ളയാങ്കുടി മുതൽ കക്കാട്ടുകട വരെയുള്ള റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. ചെറുതോണി കട്ടപ്പന റോഡും മലയോര ഹൈവേയിലെ കാഞ്ചിയാർ പഞ്ചായത്തിലെ കക്കാട്ടുകട ഭാഗവുമായി ബന്ധിപ്പിക്കുന്ന ഈ റോഡ് BMBC ഗുണനിലവാരത്തിൽ ടാർ ചെയ്യുന്നതോടെ യാത്രക്കാർക്ക് കട്ടപ്പനയിൽ എത്താതെ തന്നെ യാത്ര ചെയ്യുന്നതിനുള്ള പുതിയ ബൈപ്പാസായി മാറും. 6 കോടി രൂപയാണ് പൊതുമരാമത്ത് വകുപ്പ് മുഖേന സംസ്ഥാന സർക്കാർ റോഡിനായി അനുവദിച്ചത്. നവകേരള സദസ്സിന്റെ ഭാഗമായി മന്ത്രി റോഷി അഗസ്റ്റിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് റോഡിന് തുക അനുവദിച്ചത്. MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് 30 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച കട്ടപ്പന മാനന്തടം ഭജനമഠം റോഡും മന്ത്രി ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ കൌൺസിലർമാരായ ഷാജി കൂത്തോടി, VR സജി, KP സുമോദ, PR രമേശ, ബിന്ദുലത രാജു, CR മുരളി, TGM രാജു, സുനിജ ശശിധരൻ, സോഫി ബേബി, രാഷ്ട്രീയ കക്ഷി നേതാക്കളായ VR ശശി, മനോജം തോമസ്, ഷാജി പാലത്തിനാൽ, ജോജോ കൂടക്കച്ചിറ, രതീഷ് വരകുമല എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, കട്ടപ്പന.